ഹായ് ഹലോ. അപ്പം ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അഡിയൽ മാലയുടെ അഡിയൽ ലോക്കറ്റ് ഇട്ട ഒരു മാലയാണ് കേട്ടോ. അപ്പം അഡിയൽ ലോക്കറ്റാണ്, അത് വൈറ്റ് പേളുമായിട്ട് മിക്സ് ചെയ്ത് ഇൻവിസിബിളായിട്ട് കൂടി ചെയ്യുന്നൊരു മാലയാണ്, അതായത് 3 in 1. ഓക്കെ, അപ്പം നമ്മളത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ 3 മണി എടുത്തിട്ടുണ്ട്. 3 മണിക്കകത്ത് നമ്മൾ ചെയിൻ ഹൂക്കിൻ്റെ ഒരു സൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിക്സിങ് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കലാപരിപാടിയുടെ മെയിനായിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മനോധർമ്മമാണ് കേട്ടോ. അപ്പം എന്ത് കൊരുത്താലും സൈഡിൽ ഇങ്ങനത്തെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല മാലയാവും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളത് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു ഗിയർ വയറൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് വൈറ്റ് പേൾ കൊരുത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ ആദ്യമായി കൊരുത്ത് കൊടുക്കുന്നത് ഒരു 3 മണി തന്നെയാണ്. കാരണം ഇൻവിസിബിളായിട്ടാണ് നമ്മൾ ഈ മാല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു നിശ്ചിത പരിധി വെച്ച് നമ്മൾ ആ ഒരു 3 മണി ഇട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബാക്ക് പോർഷനിലോട്ട് നമുക്ക് ബീഡ്സ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ആ ഗിയർ വയറിൽ തന്നെയാണ് മാത്രമാണ് നമ്മളുടെ ഈ ഒരു മാല നിൽക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മളുടെ താഴോട്ടുള്ള പോർഷനിലാണ് നമുക്ക് ആ വൈറ്റ് പേൾ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3 മണി ഇട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൈറ്റ് മുത്ത് നമ്മൾ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയത്തില്ല, നമുക്ക് കിട്ടുന്ന ഈ വൈറ്റ് പേളൊക്കെ പല ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ. അപ്പം ഏറ്റവും നല്ല വൈറ്റ് പേൾ എന്ന് പറയുന്നത് നമ്മളുടെ ഹൈദരാബാദ് പേളാണ്. അത് ഒട്ടും കംപ്ലൈൻറ്റ് വരാത്ത, കുറച്ച് വെയിറ്റും കുറച്ച് തണുപ്പും ഒക്കെ ഉള്ള ഒരു ബീഡാണ് കേട്ടോ ഈ ഒരു ഹൈദരാബാദ് പേളെന്ന് പറയുന്നത്. അപ്പം അത് തന്നെ പല ഷേപ്പിൽ കിട്ടും. ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള മാലകൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈദരാബാദ് പേളിലാണ് കേട്ടോ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് കിട്ടുന്ന 2-3 ടൈപ്പ് വേറെയും പേളുകളുണ്ട്. ജപ്പാൻ പേള്, അതുപോലെ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞ ലോക്കൽ ആയിട്ടുള്ള പേളുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ജപ്പാൻ പേളിലാണ്. അപ്പോൾ ഈ പേളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു മുത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ആ ഒരു ഭാഗം ഫേഡായി പോകത്തില്ല കേട്ടോ. അപ്പോഴിതാ നമ്മൾ 30 ബീഡാണ് നമ്മൾ കൊരുത്തിരിക്കുന്നത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് ബിന്ദി ബോളിൻ്റെ ഒരു വലിയ ബീഡാണ്. അതായത് ഈ ഒരു മുത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു ബീഡാണ് കേട്ടോ. കണ്ടോ? പിന്നെ നമ്മൾ ഈ ഒരു അഡിയലിൻ്റെ ഒരു ലോക്കറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് അത്. ഈ വൈറ്റ് പേളിൻ്റെ കൂടെ ഇട്ടപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ആ ഒരു ലോക്കറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബിന്ദി ബോൾ വലുത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ ബാക്കി ആ 30 വൈറ്റിൻ്റെ ബീഡ് അടുത്ത സൈഡിൽ നമ്മൾ കൊരുത്ത് ഈ മാല നമ്മൾ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സൈഡിലിട്ട ബീഡ് കറക്റ്റ് അത്രയും നമ്പർ തന്നെ നമ്മൾ അടുത്ത സൈഡിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഒരു ബീഡ് പോലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മാലയ്ക്ക് അഭംഗി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എത്ര ചെറിയ മുത്തുവാണെങ്കിൽ പോലും നമ്മൾ അത് കറക്റ്റായിട്ട് എണ്ണണം കേട്ടോ. ഷുഗർ ബീഡ്സ് പോലും എണ്ണാതെ നമ്മൾ കൊരുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ മാല അവസാനം ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഇരട്ടി പണിയാവും കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം മാല ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്ന് എണ്ണി നോക്കുകയാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമ്മളതൊന്ന് എണ്ണി നോക്കി 30 എണ്ണം തന്നെ ഉണ്ടോ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 മണി ഇടുകയാണ്. അപ്പോൾ 3 മണി ഇട്ട് വേണം നമ്മളിത് അവിടെ നിർത്താൻ. ഓക്കെ, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് പോർഷനിലേക്ക് നമുക്ക് വരുന്നത് ഗിയർ വയർ തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മളിതാ ഇവിടെ പിടിച്ച് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. നമ്മൾ 3 മണി ഇട്ട് ആ ഒരു മണികൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മാലയുടെ ആ ഒരു ലെവലൊക്കെ ഒന്ന് പിടിച്ച് നോക്കണം. എന്നിട്ട് ഏറ്റവും അറ്റത്ത് നമ്മൾ അധികമുള്ള ഗിയർ വയർ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവിന് പിടിച്ച് നമ്മളവിടെ 3 മണി ഇട്ട് നമ്മളുടെ ഹൂക്ക് അവിടെ ഫിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹൂക്കും ഫിക്സ് ചെയ്തിട്ട് നമ്മൾ
ബാക്കി വരുന്ന ഗിയർ വയറെല്ലാം കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഒരു അഡിയൽ പേള് പ്ലസ് ഇൻവിസിബിൾ മാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്, ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെയുണ്ട് മാല? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്തരം മാലകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം, നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ.